ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി മറക്കരുത്. ബീഫ് 1 kg, ബാസ്മതി റൈസ് 1 kg, നെയ്യ് 100 ഗ്രാം, ഏലക്ക 5 എണ്ണം, പട്ട 1 കഷ്ണം, ഗ്രാമ്പു 8 എണ്ണം, തക്കോലം 1 എണ്ണം, വഴനയില 3 എണ്ണം, ഷജീര 1 ടീസ്പൂൺ, ജാതിപത്രി 1 എണ്ണം, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 15 അല്ലി, ചെറിയ ഉള്ളി 20 എണ്ണം ചതച്ചത്, സവാള 2 വലുത്, പച്ചമുളക് 5 എണ്ണം, തക്കാളി 2 എണ്ണം വലുത്, കൊത്തമല്ലി പുതിന ആവശ്യത്തിന്. ഒരു പാത്രത്തിൽ 7 ഗ്ലാസ് വെള്ളം അളന്നെടുത്ത് ഒഴിക്കുക. അതിലേക്ക് ഉപ്പ്, പട്ട, ഗ്രാമ്പ്, തക്കോലം, ജാതിപത്രി, വഴനയില, നെയ്യ് 2 ടേബിൾ സ്പൂൺ എന്നിവ ഇട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് ഇളക്കി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് അരി വേവിച്ചെടുക്കാവുന്നതാണ്. ചോറ് വെന്തതിന് ശേഷം തണുക്കാൻ മാറ്റിവെക്കുക. ഇറച്ചി ബിരിയാണിക്ക് വേണ്ട സൈസിൽ മുറിച്ചെടുത്ത് വൃത്തിയാക്കി കഴുകി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, നാരങ്ങാനീര് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ ഇട്ട് വേവിച്ച് മാറ്റിവെക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും സമം ചേർത്ത് ചൂടാക്കിയതിന് ശേഷം കശുവണ്ടിയിട്ട് മൂപ്പിച്ച് മാറ്റിവെക്കുക. അതിലേക്ക് വഴനയിലയിട്ട് മൂപ്പിച്ച് സവാളയും കൂടിയിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറമായാൽ കോരി മാറ്റിവെക്കുക. അതിൻ്റെ കൂടെ കൊത്തമല്ലി അരിഞ്ഞതും പുതിനയും കൂടെ യോജിപ്പിച്ച് വയ്ക്കുക. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇറച്ചിക്കൂട്ട് തയ്യാറാക്കാം. ചീനച്ചട്ടിയിൽ എണ്ണയും നെയ്യും ഒഴിച്ച് ചൂടായാൽ സവാളയിട്ട് വഴറ്റുക. 2 മിനിറ്റ് വഴുന്നതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക് ചതച്ചതിട്ട് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് വഴറ്റുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇളക്കുക. 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടിയിട്ട് മൂടി വെച്ച് 1 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ തേങ്ങയും അരച്ചത് കൂടി ഇട്ട് മൂടി വയ്ക്കുക. വീണ്ടും മൂടി തുറന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിക്കൂട്ടിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് തിളച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചോറ് നിരത്തുക. നാരങ്ങാനീരും തളിച്ചു കൊടുക്കുക. മൂപ്പിച്ച സവാളയും കശുവണ്ടിയും വിതറുക. അതിനുമീതെ ഇറച്ചിക്കൂട്ട് നിരത്തി കസ്കസ് അരച്ചതും തേങ്ങയും കശുവണ്ടി അരച്ചതും അങ്ങിങ്ങായി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ലെയറായി നിരത്തുക. മേൽഭാഗം ചോറിട്ട് നിരത്തി കശുവണ്ടിയും മൂപ്പിച്ച സവാളയും കൊത്തമല്ലി, പുതിന എന്നിവ ഇട്ട് ഗാർണിഷ് ചെയ്ത് കുക്കർ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ദം ചെയ്യാൻ 3/4 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ ബീഫ് ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഒരു സെർവിങ് ഡിഷിലേക്ക് കോരി മാറ്റുക. ഇത് ഗാർണിഷ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ റൈത്തയും റെഡിയാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവിൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.